ഹലോ, എല്ലാവർക്കും കന്നഡ വിത്ത് ലാംഗ്വേജ് ലാബിൻ്റെ അടുത്തൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കൊരുപാട് പാമ്പുകൾ, അതിന് കൃത്യമായ പേരുകളുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ അതിൻ്റെ കന്നഡ പേരുകൾ, അതുകൂടാതെ വിഷം, പാമ്പിൻ്റെ പടം പൊഴിക്കൽ, പാമ്പ് വിഷം ചീറ്റുക, പാമ്പ് കടിക്കുക, ഇതിനൊക്കെ എന്തൊക്കെ പറയും, അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന വാക്കുകളാണ് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ കൂടി. നമുക്ക് സർപ്പം എന്നൊരു വാക്കുണ്ട്. അതേപോലെ കന്നഡയിൽ സർപ്പ എന്നൊരു വാക്കുണ്ട്. നമ്മളെവിടെയൊക്കെ സർപ്പം എന്ന് ഉപയോഗിക്കുമോ അവിടെയൊക്കെ സർപ്പ എന്ന് നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ ചിലപ്പോൾ നാഗം എന്ന് പറയും. കന്നഡയിൽ നാഗ എന്നൊരു വാക്കുണ്ട്. നമ്മൾ നാഗം ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളൊക്കെ നമുക്ക് നാഗ എന്നും പറയാം. സർവ്വസാധാരണമായി നമ്മൾ പാമ്പ് എന്ന് പറയുന്നത് പോലെ കന്നഡയിൽ ആ വാക്ക് ഹാവ്. അപ്പോൾ പാമ്പ് എന്ന് എപ്പോഴെങ്കിലും പറയണമെങ്കിൽ അത് ഹാവ് ആണ്. അതുപോലെ ആൺപാമ്പ്, പെൺപാമ്പ്, പാമ്പിൻ കുട്ടി എന്നൊക്കെ പറയണമെങ്കിൽ നമ്മൾ മുമ്പ് പഠിച്ച അതേ കാര്യങ്ങളാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. നമ്മൾ വളർത്തുമൃഗങ്ങളെയും വന്യമൃഗങ്ങളെക്കുറിച്ച് ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്നു. കുട്ടി എന്ന് പറയുമ്പോൾ മറി എന്നാണ് വരുന്നത്, ഹാവ് മറി. പെൺപാമ്പ് എന്നാണെങ്കിൽ ഹെണ്ണു ഹാവ്, ആണാണെങ്കിൽ ഗണ്ടു ഹാവ്. അപ്പോൾ ഇതൊക്കെ ഇവിടെയും അതുപോലെ തന്നെയാണ് വരുന്നതെന്ന് ഓർക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. നാഗരഹാവു ആണ് മൂർഖൻ. നിങ്ങൾക്ക് രാ മാത്രമല്ല ഇവിടെ റാ ശബ്ദത്തിലും പറയാം. തുടർന്ന് വരുന്ന എല്ലാ പാമ്പുകളുടെ പേരിലും രാ ഉള്ളിടത്തൊക്കെ നിങ്ങൾക്ക് റാ വെച്ചും പറയാം. കാളിംഗസർപ്പ. കാളിംഗസർപ്പ രാജവെമ്പാലയാണ്. കട്ടുഹാവു എന്നു പറഞ്ഞ വെള്ളിക്കട്ടൻ, കട്ടുഹാവു. കൊളക്കുമണ്ഡല അല്ലെങ്കിൽ മണ്ഡലഹാവു, ഇതാണ് അണലി. ഹെബ്ബാവു പെരുപ്പാമ്പാണ്, ഹെബ്ബാവു. എരടുതല ഹാവു, ഇതാണ് നമ്മൾ ഇരട്ടത്തലയൻ അല്ലെങ്കിൽ ഇരുതലമൂരി എന്ന് പറയുന്നത്, എരടുതല ഹാവു. കേരെ അല്ലെങ്കിൽ കെരയാണ് ചേര. നിങ്ങൾക്ക് കേരെ ഹാവു എന്ന് പറയാം, അല്ലെങ്കിൽ വെറുതെ കേരെ അല്ലെങ്കിൽ കെരെ എന്ന് പറഞ്ഞാൽ മതി. ഹസിരു ഹാവു അല്ലെങ്കിൽ മരഹാവു ആണ് പച്ചിലപ്പാമ്പ്. നീറുഹാവു നീർക്കോലിയാണ്, നീറുഹാവു. ഹെഡെ എന്ന് പറഞ്ഞാൽ പാമ്പിൻ്റെ ഭണമാണ്, ഹെഡെ. ഹാവു ഹെഡെ ബിച്ചിത്തു, പാമ്പ് ഭണം വിടർത്തിയിരുന്നു. ഹാവു ഹെഡെ ബിച്ചിതെ, പാമ്പ് ഭണം വിടർത്തി. ഹാവു ഹെഡെ ബിച്ചുത്തെ അല്ലെങ്കിൽ ബിച്ചുത്തതെ, പാമ്പ് ഭണം വിടർത്തും. മയില് പീലി വിടർത്തി എന്ന് പറയാനും ബിച്ചൂതു എന്ന ഇതേ വാക്കിനെ നമ്മൾ ഉപയോഗിക്കും. നവിലു ഗരി ബിച്ചിതെ, മയില് പീലി വിടർത്തി. ഇതേ ക്രിയാരൂപം തന്നെ വസ്ത്രമഴിക്കുക അല്ലെങ്കിൽ വസ്ത്രമൂരുക എന്നുള്ളതിനും ഉപയോഗിക്കും. ഉദാഹരണങ്ങൾ നോക്കുക. ഞാനു ഞന്ന ബട്ടെ ബിച്ചിതെ, ഞാൻ എൻ്റെ വസ്ത്രം അഴിച്ചിരുന്നു. ഞാനു ഞന്ന ബട്ടെ ബിച്ചിദ്ദേനെ അല്ലെങ്കിൽ ബിച്ചിദ്ദീനി, ഞാൻ എൻ്റെ വസ്ത്രം അഴിച്ചു. ഞാനു ഞന്ന ബട്ടെ ബിച്ചുത്തീനി അല്ലെങ്കിൽ ബിച്ചുത്തേനെ, ഞാൻ എൻ്റെ വസ്ത്രം അഴിക്കും, ഞാൻ എൻ്റെ വസ്ത്രം ഊരും. ഹാവു വിഷ ഉകുളിത്തു, പാമ്പ് വിഷം തുപ്പിയിരുന്നു. ഉകുളുവതു എന്ന് പറഞ്ഞാൽ തുപ്പുക എന്നാണ്. ഹാവു വിഷ ഉകിളിതെ, പാമ്പ് വിഷം തുപ്പി. ഹാവു വിഷ ഉകുളുത്തെ അല്ലെങ്കിൽ ഉകുളുത്തതെ, പാമ്പ് വിഷം തുപ്പും. ഞാൻ റോഡല്ലി ഉകിളിതെ, ഞാൻ റോഡിൽ തുപ്പിയിരുന്നു. സിമ്പിൾ പാസ്റ്റാണ്. ഞാൻ റോഡല്ലി ഉകിളിദ്ദീനി അല്ലെങ്കിൽ ഉകിളിദ്ദേനെ, ഞാൻ റോഡല്ലി ഉകുളുത്തീനി അല്ലെങ്കിൽ ഉകുളുത്തേനെ. ഇതുപോലെ ദ്രാവകം സ്പ്രേ ചെയ്യുക അല്ലെങ്കിൽ തളിക്കുക എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് ചിമ്മുവുതു. ഇതുപയോഗിച്ച് നമുക്ക് പാമ്പ് വിഷം ചീറ്റി എന്ന് പറയാം. തുപ്പുകയല്ല, ചീറ്റു എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുമ്പോൾ ഇതാണ് ഉപയോഗിക്കുക. ഹാവു വിഷ ചിമ്മിത്തു, പാമ്പ് വിഷം ചീറ്റിയിരുന്നു. ഹാവു വിഷ ചിമ്മിതെ, പാമ്പ് വിഷം ചീറ്റി. ഹാവു വിഷ ചിമ്മുത്തതെ അല്ലെങ്കിൽ ചിമ്മുത്തെ, പാമ്പ് വിഷം ചീറ്റും. ഇഴയുക എന്നുള്ളതിന് ഉപയോഗിക്കുന്ന ക്രിയാപദമാണ് തെവളുവുതു. ഹാവു തെവളിത്തു, പാമ്പ് ഇഴഞ്ഞിരുന്നു. ഹാവു തെവളിതെ, പാമ്പ് ഇഴഞ്ഞു. ഹാവു തെവളുത്തെ അല്ലെങ്കിൽ തെവളുത്തതെ, പാമ്പ് ഇഴയും. പാമ്പുകടിക്ക് ഹാവു കടിത എന്നാണ് പറയുക.
ഹാവു കടിയല്ല, ഹാവു കടിത. അത് താ അവിടെ വേണം. ചിലപ്പോൾ നമ്മൾ എഴുതുമ്പോൾ കഥയിലൊക്കെ സർപ്പദംശ എന്നുള്ള വാക്കൊക്കെ ഉപയോഗിക്കും. അത് കന്നഡയിലുമുണ്ട്, സർപ്പദംശ. ಈ ವರ್ಷ ಶಿಮೊಗೆಯಲ್ಲಿ ತುಂಬ ಹಾವು ಕಡಿದ ರಿಪೋರ್ಟ್ ಆಗಿದೆ. ഈ വർഷം ഷിമോഗയിൽ കുറേ പാമ്പ് കടി റിപ്പോർട്ടായിട്ടുണ്ട്. അവനിಗೆ ಹಾವು കച്ചിത്തു, അവനെ പാമ്പ് കടിച്ചിരുന്നു. അവനിಗೆ ಹಾವು കച്ചിದೆ, അവനെ പാമ്പ് കടിച്ചു. അവനിಗೆ ಹಾವು കച്ചുത്തെ അല്ലെങ്കിൽ കച്ചുತ್ತದೆ, അവനെ പാമ്പ് കടിക്കും. പൊരെ എന്നാണ് പാമ്പിൻ്റെ തോലിന് പറയുക. എന്നാൽ മനുഷ്യന്മാരുടെയും മൃഗങ്ങളുടെയൊക്കെ തൊലിക്ക് ചർമ്മ എന്നാണ് പറയുക. പൊഴിച്ചിട്ട തോലായാലും പൊരെ എന്ന് തന്നെയാണ് പറയുക. ഹാവ് പൊരെ തെഗതിതെ, പാമ്പ് പടം പൊഴിച്ചു. തെഗതിതെ, ഈ തെഗെ എന്നുള്ളത് നമ്മൾ മുമ്പ് പഠിച്ച ക്രിയാപദം തന്നെയാണ്. തകൊള്ളി, തകൊള്ളി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതേ ക്രിയാപദമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇങ്ങനെയാണ് ഈ പ്രയോഗം. ഹാവ് പൊരെ തെഗതിത്തു, പാമ്പ് പടം പൊഴിച്ചിരുന്നു. ഹാവ് പൊരെ തെകയുത്തെ, പാമ്പ് പടം പൊഴിക്കും. അപ്പോൾ കന്നഡ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഉടനെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. പഴയ ക്ലാസ്സുകളൊക്കെ കൃത്യമായി കണ്ട് വീണ്ടും ഓർമ്മ പുതുക്കാം. ഉടനെ കാണാം. ബൈ.